ചോദ്യം ഇതാണ്, ഹൗ മെനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഈ ഓരോ നമ്പറിനകത്തും എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ വീതം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 7 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 7 നമ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും സിഗ്നിഫിക്കന്റ് ഫിഗറിലുള്ള മിക്കവാറും എല്ലാ റൂൾസുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 6.200 ആണ്. റൂള് പറയുന്നത് എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ 6 സിഗ്നിഫിക്കന്റ് ആണ്, 2 സിഗ്നിഫിക്കന്റ് ആണ്. ഇനി ഇങ്ങനെ നമ്പർ കഴിഞ്ഞ് വരുന്ന ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സീറോസുകളെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ നമ്പർ കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന ഇതുപോലെയുള്ള സീറോസുകളെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ മൊത്തം 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഈ ഒരു സംഖ്യക്കകത്ത് ഉള്ളത്. രണ്ടാമത്തെ സംഖ്യ നോക്കാം. അപ്പൊ റൂൾ അനുസരിച്ച് എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഇനി ഈ സീറോ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സീറോസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, അതായത് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് ലെഫ്റ്റ് സൈഡിൽ വരുന്ന സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ ഈ സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ ഈ ഒരു സംഖ്യക്കകത്ത് മൊത്തം 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉള്ളത്. അടുത്ത ഈ ഒരു സംഖ്യ നോക്കാം. ഈ ഒരു സംഖ്യ സയന്റിഫിക് നൊട്ടേഷനിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സയന്റിഫിക് നൊട്ടേഷൻ എന്താണെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും. അപ്പൊ ഈ ഒരു സയന്റിഫിക് നൊട്ടേഷൻ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ സംഖ്യകൾക്കകത്ത് 10 പവർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടേം സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. അപ്പൊ ഈ ഒരു നമ്പർ മാത്രമേ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കത്തുള്ളൂ. അപ്പൊ ഈ ഒരു സംഖ്യക്കകത്ത് 2 നോൺ സീറോ ഡിജിറ്റുകൾ ഉണ്ട്. അപ്പൊ ഇതിന് ഈ ഒരു സംഖ്യയിലുള്ള സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. പിന്നീട് ഈ നാലാമത്തെ സംഖ്യയാണ്. ഇതിനകത്ത് ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്, സിഗ്നിഫിക്കന്റ് ആണ്. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന എല്ലാ സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. എന്നാൽ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഈ സംഖ്യക്കകത്ത് 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉള്ളത്. ഈ സംഖ്യയുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിഫറൻസിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് 61.02 ആണ്. ഇങ്ങനെ ഒരു ആൻസർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ അടിസ്ഥാനത്തിലല്ല റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പകരം ഈ ഡിഫറൻസ് എടുത്തിരിക്കുന്ന 2 സംഖ്യകളിൽ ഏതിലാണോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ സംഖ്യകളുടെ എണ്ണം കുറവുള്ളത്. അപ്പൊ ഈ സംഖ്യക്കകത്ത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യയുണ്ട്, ഇതിനകത്ത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉള്ള സംഖ്യയായിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ ഒരു ഡിജിറ്റ് ഉള്ള സംഖ്യയായിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ 2 നമ്മൾ കളയണം. അപ്പൊ 2 എന്ന് പറയുന്നത് 5 കുറവായതുകൊണ്ട് ഈ 0 അതുപോലെ ഇട്ടിരുന്നാൽ മതി. അപ്പൊ റിപ്പോർട്ട് എന്ന് പറയുന്നത് 61.0 ആണ്. അപ്പൊ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1, 2, ഈ 0 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉള്ളത്. ഇനി ഈ ഒരു റിസൾട്ട് അഡീഷൻ ആണ്. അഡീഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുക 4.2 ആഡ് ചെയ്യുക. 4.2 ആഡ് ചെയ്യുമ്പോൾ 9, 8, 5 + 2 7, 7 + 4 11. അപ്പൊ 11.789 ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സംഖ്യകൾ അഡീഷനും സബ്സ്ട്രാക്ഷനും നമ്മൾ നോക്കുമ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ 2 സംഖ്യകളിൽ ഏതിലാണോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് സംഖ്യയുടെ എണ്ണത്തിൽ കുറവുള്ളത്, അതായത് ഡെസിമൽ പോയിന്റ് കുറവുള്ളത്, അത്രയും ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യയായിട്ട് വേണം റിസൾട്ട് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഇതിനകത്ത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 സംഖ്യയുണ്ട്, ഇതിനകത്ത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയുണ്ട്. അപ്പൊ ഇതിന്റെ റിസൾട്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യയായിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ 8ഉം 9ഉം റിമൂവ് ചെയ്യണം. ഇങ്ങനെ 8ഉം 9ഉം റിമൂവ് ചെയ്യുമ്പോൾ ആ റിമൂവ് ചെയ്യുന്നതിൽ ആദ്യത്തെ സംഖ്യ 8 ആണ്. അത് 5ൽ കൂടുതലായതുകൊണ്ട് തൊട്ട് മുന്നിലുള്ള സംഖ്യ 7 ആണ് അവിടെ നമ്മൾ നിർത്തേണ്ടത്. ആ 7നോടൊപ്പം 1 കൂടെ കൂട്ടി എഴുതുക. അപ്പൊ എന്തായിട്ട് വരും? 11.8 ആയിട്ട് വരും. അപ്പൊ അതിനകത്ത്
ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ, അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് വരും. അപ്പൊ അതിനകത്തുള്ള റിസൾട്ടിനകത്തുള്ള മൊത്തം സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ഏഴാമത്തെ സംഖ്യയാണ്. ഇതൊരു നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ ആണ്. അതായത് 5.56ന്റെ സ്ക്വയർ എടുക്കുക, അതിനെ 8.24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആ കിട്ടുന്ന റിസൾട്ടിനെ 3.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ കുറെ സ്റ്റെപ്സുകൾ ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനകത്ത് നോക്കേണ്ടുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് നോക്കേണ്ടത്. ഓരോ സംഖ്യയിലുമുള്ള സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കുക. ഈ ഒരു സംഖ്യക്കകത്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, ഈ ഒരു സംഖ്യക്കകത്ത് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്, ഈ ഒരു സംഖ്യക്കകത്ത് 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഖ്യകളിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ സംഖ്യകളുടെയും സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കുക. അതിൽ ഏറ്റവും ചെറിയ സിഗ്നിഫിക്കന്റ് ഫിഗർ ഏതാണോ അത്രയും സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള സംഖ്യയായിട്ട് വേണം അതിന്റെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഈ ഒരു കാൽക്കുലേഷന്റെ റിസൾട്ടിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ എത്ര ഡിജിറ്റേ കാണത്തുള്ളൂ? 2 ഡിജിറ്റേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് ആ റിസൾട്ടിനകത്ത് 2 സിഗ്നിഫിക്കന്റ് ഫിഗറെ കാണത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഇതുപോലെ പഠിക്കുന്ന സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോസ് ഒക്കെ അപ്പോൾ കിട്ടുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി അമർത്തിയേക്കുക.